യേശുവിൽ സ്നേഹമുള്ളവരെ, കൃപാവച ധ്യാനത്തിലേക്ക് ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ നാം കുറച്ചു സമയം വചനത്താൽ പ്രാർത്ഥിക്കുകയും ശേഷം വചനം പങ്കുവെക്കുകയും ചെയ്യും. ഹാലേലൂയാ, 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 ഹാലേലൂയാ. കർത്താവായ യേശുക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. ഹാലേലൂയാ, 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 ഹാലേലൂയാ. സമർപ്പിക്കുന്നു ഈശോയെ ഞങ്ങൾ ഓരോരുത്തരെയും. ഈ നിമിഷം ഞങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ ഉപകരണങ്ങളെയും, ഞങ്ങളുടെ യാത്രാ സംവിധാനങ്ങളെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും, ഞങ്ങളുടെ ബന്ധുക്കളെയും മിത്രങ്ങളെയും, ഞങ്ങൾ സ്നേഹിക്കുന്നവരെയും ഞങ്ങളെ ദ്വേഷിക്കുന്നവരെയും എല്ലാവരെയും ഈ നിമിഷം സമർപ്പിക്കുന്നു. ഈശോയെ, സംരക്ഷണനായി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. തിരുരക്തത്തിന്റെ സംരക്ഷണനായി പ്രാർത്ഥിക്കുന്നു. റോമ 3:25-26, 1 യോഹന്നാൻ 1:7, എഫേസുസ് 1:7, ഹെബ്രായർ 9:14, ഹെബ്രായർ 12:24, ഹെബ്രായർ 13:20-21 വചനത്തിലൂടെയും 1 പത്രോസ് 1:18 വെളിപാട് 12:11 ഈശോയെ ഞങ്ങൾ ഓരോരുത്തരെയും ഈ നിമിഷം കഴുകി വിശുദ്ധീകരിക്കണം. ഈശോയെ, വചനം ശ്രവിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണം. ഈശോയെ, ഞങ്ങളുടെ ബുദ്ധിയെ, മനസ്സിനെയും ആത്മാവിനെയും വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഈശോയെ, ഞങ്ങളുടെ ബുദ്ധിയെയും ഇച്ഛാശക്തിയും വികാരങ്ങളെയും സമർപ്പിക്കുന്നു. ഈശോയെ, അതിലേക്ക് ഈശോയെ പ്രകാശം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആബപിതാവിന്റെ പ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമേ. 1 യോഹന്നാൻ 1:7 ഈശോയെ വലയം ചെയ്യണമേ. ഈശോയെ, അവിടുത്തെ പ്രകാശത്താൽ യോഹന്നാൻ 8:12 വലയം ചെയ്യണമേ. പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമേ. യെശയ്യാ 10:17 അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയാ, 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 ഹാലേലൂയാ. അമ്മ മാതാവിന്റെ പ്രത്യേകമായി മധ്യസ്ഥം ആഗ്രഹിച്ചുകൊണ്ട് ഈശോയെ അവിടുത്തെ പ്രകാശത്താൽ ഞങ്ങളെ വലയം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ. ബാറൂക്ക് 4:1-2, വെളിപാട് 12:1-2 അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്വർഗീയ ദൂതന്മാരുടെ പ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹെബ്രായർ 1:7 അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊളോസസ് 2:5 ഈശോയെ വിശുദ്ധരുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രകാശത്താൽ ഞങ്ങളെ വലയം ചെയ്യണമേ. ഈശോയെ, എല്ലാ വിശുദ്ധരോടും ചേർന്ന് ഈശോയെ അങ്ങ് സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹാലേലൂയാ, ഹാലേലൂയാ, ഹാലേലൂയ. സെയിന്റ് ആന്റണിയോട് ചേർന്ന് ഈശോയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹാലേലൂയാ, ഹാലേലൂയാ, ഹാലേലൂയ. സെന്റ് ജോണിനോട് ചേർന്ന് സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹാലേലൂയാ, 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 ഹാലേലൂയ, ഹാലേലൂയാ, 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 ഹാലേലൂയ. സെയിന്റ് പാദ്രെ പിയോനോട് ചേർന്ന് ഈശോയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹാലേലൂയാ, ഹാലേലൂയ. സെയിന്റ് ഷർബാലിനോട് ചേർന്ന് സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയ. സെയിന്റ് ഡിംഫനയോട് ചേർന്ന് ഈശോയെ നിമിഷം സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയ. സെയിന്റ് അഗസ്റ്റിനോട് ചേർന്ന് ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയാ, 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 ഹല്ലേലൂയ. ജോബ് 1:10, സക്രിയ 2:5, സക്രിയ 9:8, 2 മക്കബായ 8:18 ഈശോയെ വചനത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ ഒരു മണിക്കൂർ ഈശോയെ അങ്ങ് പ്രത്യേക കോട്ടയിലാണ് ഈശോയെ ഈ ദൈവമക്കളെ കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കോട്ടയ്ക്കുള്ള മക്കളെ അനുഗ്രഹിക്കുമെന്നുള്ള വചനത്തിന്റെ യോഗ്യത ഈശോയെ അനുഗ്രഹിക്കണമേ. സങ്കീർത്തനം 147:13 ഈശോയെ അനുഗ്രഹിക്കണമേ. ആന്തരിക വിശ്വാസ ജീവിതത്തെ ബലപ്പെടുത്തുന്ന നിമിഷങ്ങളാകട്ടെ ഈശോയെ സമർപ്പിക്കുന്നു, സമർപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളില്, ഞങ്ങളുടെ സമൂഹത്തിലെ ജീവിതങ്ങളിൽ, ഞങ്ങളുടെ സഭയിലുള്ള ജീവിതത്തില്, ഞങ്ങളുടെ കുടുംബത്തെ ജീവിതത്തിൽ ഈശോയെ ഇതിലെല്ലാം അസമാധാനം വരുന്ന എല്ലാ മേഖലകളും മാറാനും ഈശോയെ വിശ്വാസം നിശബ്ദ സമർപ്പണമാണെന്നും അതിലൂടെ ദൈവമേ അങ്ങ് നൽകുന്ന ഉന്നതമായ എല്ലാത്തിനെയും അതിലംഘിക്കുന്ന
ഈ ലോകത്തിൻ്റെതല്ലാത്ത അതിഭൗമികമായ ഒരു സമാധാനം നീ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഈശോയെ. അവയെല്ലാം ഞങ്ങൾക്ക് നൽകണമേ. അതിനായി ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഈ സമാധാനത്തെ തകർക്കുന്ന എല്ലാ അരൂപികളും ഈശോയെ, ഞങ്ങളിൽ നിന്നും, ഞങ്ങളുടെ പൂർവികരിൽ നിന്നും, ഞങ്ങളുടെ ബന്ധുക്കളിൽ നിന്നും, ഞങ്ങൾ ഇടപെടുന്ന വ്യക്തികളിൽ നിന്നും കടന്നു വരുന്ന എല്ലാ തരം സ്വാധീനങ്ങൾ ഈശോയെ ഈ നിമിഷം പൂർണ്ണമായി എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ആദ്യമേ ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എഫേസൂസ് 2:2, എഫേസൂസ് 5:6, ഏഷ്യ 30:1, നിയമാവർത്തനം 21:30, 1 സാമുവേൽ 15:22-23, ജെറമിയ 11:8 ഈശോയെ അനുസരണക്കേടിലൂടെ കടന്നു വരുന്ന എല്ലാ അസ്വസ്ഥതകളും ഈശോയെ ഈ നിമിഷം സമർപ്പിക്കുന്നു ഈശോയെ. ഞങ്ങളിൽ നിന്നും, ഞങ്ങൾ ഇടപെടുന്ന വ്യക്തികളിൽ നിന്നും, ഞങ്ങളായിരിക്കുന്ന സമൂഹത്തിലും കാണുന്ന ഈ അനുസരണക്കേടിന്റെ അരൂപികളെ, അതിന്റെ പുറകെയുള്ള അന്തരീക്ഷ ശക്തികളെ ഈ നിമിഷം ഈശോയെ, ഈശോ അവിടുത്തെ നാമത്താൽ ഈശോയെ സമർപ്പിക്കുന്നു. അവിടുത്തെ നാമത്താൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളുടെ ജീവിതങ്ങളെ ഈശോയെ തകിടം മറിക്കുന്ന, അസ്വസ്ഥത ജനിപ്പിക്കുന്ന, പല വിധത്തിലൂടെ, പല രൂപത്തിലൂടെ കടന്നു വരുന്ന ഈശോയെ, തലമുറകളിലൂടെയും ഞങ്ങൾ ഇടപെടുന്ന വ്യക്തികളിലൂടെയും ഞങ്ങളുടെ തന്നെ കുറവുകളിലൂടെയും പാപങ്ങളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും കടന്നു വരുന്ന വ്യഭിചാര ദുർഭൂതത്തിന്റെ അരൂപികള്, ഇത് വിതയ്ക്കുന്ന അസ്വസ്ഥതകള്, പലതരത്തിലുള്ള അസ്വസ്ഥതകള്, പലരെയും ഈശോയെ ഉറക്കത്തിലും സ്വപ്നത്തിലും ഇടപെടലുകളിലും പ്രാർത്ഥനാ ജീവിതത്തെയും ആത്മീയ ഉയർച്ചയെയും സാമ്പത്തിക ഭദ്രതയും തകർക്കുന്ന ഈ അരൂപിയെ ഒളിഞ്ഞും മറഞ്ഞും ഇരുന്ന് അസ്മോദോസ് പിശാചിന്റെ സ്വാധീനങ്ങളെ, അതിലൂടെ വരുത്തുന്ന എല്ലാ തടസ്സങ്ങളെയും ഹോസിയ 5:4, ഹോസിയ 4:12, 1 യോഹന്നാൻ 2:15-16, എസെക്കിയേൽ 20:7-8, 2 പത്രോസ് 2:14, നാഹൂം 3:4, മത്തായി 5:28 തോബിത്ത് 3:8 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഈശോയെ, വചനം എടുത്തു കളയുന്ന അരൂപി, ഈശോ കേൾക്കുന്ന വചനം ആ നിമിഷം തന്നെ ഹൃദയത്തിൽ നിന്നും മനസ്സിൽ നിന്നും എടുത്തു കളയുന്ന അരൂപികളെ, അതിലൂടെ ഈശോയെ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ പറ്റാത്ത അവസ്ഥകള്, അതിന് കാരണമാകുന്ന പൈശാചിക സ്വാധീനങ്ങള് ലൂക്ക 8:12 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്ന. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളുടെ ചിന്തകളെ തന്ത്രപൂർവം പിശാച് കടന്നു വന്ന് അതിന്റെ ലാളിത്യത്തെയും അതിലേക്ക് അസ്വസ്ഥതകളെയും ഈശോയെ വൈരാഗ്യം, വിദ്വേഷം ഒക്കെ കടത്തിവിടുന്ന രീതിയിലുള്ള പല പദ്ധതികളും മേയുന്ന പൈശാചിക ശക്തികൾ കൂട്ടത്തോടെ 2 കൊരിന്ത്യർ 11:3 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഈശോയെ സമർപ്പിക്കുന്നു. ഈശോയെ, സമാധാനത്തെ ഇല്ലാതാക്കുന്ന പലതരത്തിലുള്ള അസ്വസ്ഥതകള്, കൺഫ്യൂഷൻസ്, അതിന്റെ പുറകിൽ അരൂപികൾ ഈശോയെ, അത് പലപ്പോഴും വ്യാജ പ്രവാചകരിലൂടെയും കടന്നു വന്നതാണെന്നും തെറ്റായ ബോധ്യങ്ങളിലൂടെയും കടന്നു വന്നതാണെന്നും അതിനായി കടന്ന ചില അവസ്ഥകൾ ഈശോയെ, അതിലൂടെ കടന്നുകൂടിയിട്ടുള്ള പല തരത്തിലുള്ള മിഥ്യാബോധങ്ങള് ഈശോയെ സമർപ്പിക്കുന്നു. ഏശയ്യ 19:14 2 തെസ്സലോനിക്യർ 2:11 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഈശോയെ, സമർപ്പിക്കുന്നു. ഈശോയെ, വ്യാജ പ്രവാചകരുടെ വ്യത്യസ്തമായ സുവിശേഷവും വ്യത്യസ്തമായ രൂപികളും ഈശോയെ ഈ കാലഘട്ടത്തിൽ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അതിലൂടെ ഈശോയെ ഞങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുന്നുണ്ട്. ഗലാത്യ 1:6-7 വചനത്തിലൂടെയും
2 കൊരിന്തോസ് 11:4-5 വചനത്തിലൂടെയും എസെക്കിയേൽ 17:1 മുതൽ 10 വരെയുള്ള വചനത്തിലൂടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്ന ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഈശോയെ സമർപ്പിക്കുന്നു. വ്യാജ അടയാളങ്ങളുടെ പുറകെ പോയിട്ട് നഷ്ടപ്പെട്ട സമാധാനം ഈശോയെ, അതെല്ലാം പൈശാചികമാണെന്ന് അറിയാതെ പോയ നിമിഷങ്ങൾ. വെളിപാട് 16:13-14 വചനത്തിലൂടെയും മത്തായി 24:24 വചനത്തിലൂടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്ന ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ സമാധാനം പ്രത്യേകമായിട്ട് ഇല്ലാതാക്കുന്ന രൂപിയാണ് വാശി, വൈരാഗ്യം, വെറുപ്പ്, വിദ്വേഷം. അത് ഞങ്ങളിൽ നിന്നോ ഞങ്ങളുടെ തലമുറകളിൽ നിന്നോ ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്നോ ഞങ്ങളുടെ ഇടപെടുന്ന വ്യക്തികളിൽ നിന്നാണെങ്കിൽ അതിന്റെ മേല് ഞങ്ങൾ സംഘർഷാവസ്ഥയിൽ വരുന്ന നിമിഷങ്ങളുണ്ട്. ഈശോയെ, അവയെല്ലാം ഈ നിമിഷം സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങൾക്ക് ആരോടെങ്കിലും വെറുപ്പോ വൈരാഗ്യമോ വിദ്വേഷം ഉണ്ടെങ്കിൽ അവിടുത്തെ നാമത്തിൽ ഈശോയെ ആ വ്യക്തികളെല്ലാം പൂർണ്ണമായിട്ട് ക്ഷമിക്കുന്നു. ഈശോ പൂർണ്ണമായി അവരെല്ലാവരും അനുഗ്രഹിക്കുന്നു. ആരോടെങ്കിലും ക്ഷമ ചോദിക്കാന്നുണ്ടെങ്കിൽ ഈശോയെ അവിടുത്തെ നാമത്തിൽ ക്ഷമ ചോദിക്കുന്നു. ഈശോയെ സമർപ്പിക്കുന്നു. ഹെബ്രായർ 12:14-15 വചനത്തിലൂടെയും അപ്പസ്തോല നടപടി 8:23 എഫേസൂസ് 4:31 കൊളോസസ് 3:8 സങ്കീർത്തനം 109:3-5 വചനത്തിലൂടെയും 1 യോഹന്നാൻ 3:12 മുതൽ 15 വരെ വചനത്താലും ഉൽപ്പത്തി 4:5 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്ന ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ആന്തരിക സമാധാനത്തെ ഇല്ലാതാക്കുന്ന കലഹപ്രിയ സ്വഭാവ രീതികൾ ഈശോയെ ഞങ്ങളിലോ ഞങ്ങളുടെ തലമുറകളിലോ ഞങ്ങൾ ഇടപെടുന്ന വ്യക്തികളിലോ ഉണ്ടെങ്കിൽ 2 തിമോത്തി 2:24 ജഡിക മനുഷ്യന്റെ സ്വഭാവ രീതിയാണെന്ന് പൂർണ്ണമായി വചനത്തിലൂടെ ബോധ്യപ്പെട്ടുകൊണ്ട് എല്ലാ തർക്കങ്ങളും അതിന്റെ പേരിൽ നടക്കുന്ന എല്ലാ കേസുകളുടെ മേലുള്ള സ്വാധീനങ്ങൾ 1 കൊരിന്തോസ് 3:3 യാക്കോബ് 3:16 യേശുനാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്ന ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഞങ്ങൾക്ക് അറിയാത്ത കാരണങ്ങളുണ്ട് ഈശോയെ, ഞങ്ങളുടെ ആന്തരിക സമാധാനത്തെ തകർക്കുന്ന അറിയാത്ത കാരണങ്ങൾ. ചിലപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിലെ സ്വാധീനങ്ങളായിരിക്കാം. ഞങ്ങൾ അറിയാതെ ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോഴും ഒളിഞ്ഞിരിക്കുന്ന വസ്തുക്കളായിരിക്കാം, ചില വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ തലമുറകളുടെ ചില സ്വാധീനങ്ങളായിരിക്കാം. പക്ഷെ ഞങ്ങൾക്ക് അറിയാത്തത് ഒളിഞ്ഞിരിക്കുന്നതും മറഞ്ഞിരിക്കുന്നതും അല്ല സെഞ്ചുറീസ് ബൈൻഡിങ് സ്പിരിറ്റുകളെ എഫേഷ്യൻസ് 3:5 ഈശോയെ ഞങ്ങളുടെ രക്തത്തിലൂടെ കടന്നു വന്നിട്ടുള്ള അരൂപികളെ സങ്കീർത്തനം 51:5 കാലങ്ങളായി ക്ലെയിംസ് ഉള്ള നിർബന്ധ വാശിയോടുകൂടി വിട്ടുപോകില്ല എന്ന് പറയുന്ന സ്വാധീനങ്ങളെ ബാറൂക്ക് 4:35 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്ന ലൂക്ക 8:31 കൽപ്പിച്ചേക്കുന്നു. ഈശോയെ പല രീതിയിൽ ഈശോയെ രോഗങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് കാരണങ്ങൾ അറിയാത്ത വൈദ്യശാസ്ത്രത്തിന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ ഒളിഞ്ഞിരുന്ന് ഈശോയെ വ്യക്തികളുടെ സമാധാനത്തെ ഇല്ലാതാക്കുന്ന ആ അരൂപികളെ ഈശോയെ മത്തായി 8:16 വചനത്തിലൂടെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഈശോയെ അവരെല്ലാം ജ്ഞാനം 16:12 ഈശോയെ അനുഗ്രഹിക്കണമേ, സൗഖ്യം നൽകണമേ. ഈശോ ഈ നിമിഷം സൗഖ്യത്തിന്റെ സ്പർശനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഈശോയെ ദൈവബന്ധം പൂർണ്ണമായി ഇല്ലാതാകുന്ന ലോകാരൂപികളെ ജ്ഞാനം 13:7-8 വചനത്തിലൂടെയും യാക്കോബ് 4:4 റോമ 8:7 യേശുനാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്ന ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. സമർപ്പിക്കുന്ന ഈശോയെ ദൈവസ്നേഹത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും റോമ 5:5 അനുഗ്രഹിക്കണമേ, ജ്ഞാന ചൈതന്യം നൽകണമേ.
ലൂക്ക 17:5 ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഇന്നേ ദിവസം ഞങ്ങൾക്ക് വചനത്തിന്റെ കവാടം കൊളോസസ് 4:3 തുറന്നു തരണമേ. ലൂക്ക 24:45 അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കണമേ. വചനത്തിന്റെ മർമ്മങ്ങൾ മനസ്സിലാക്കാൻ ഇതിലൂടെ ഞങ്ങളുടെ വിശ്വാസവും ആന്തരിക സമാധാനവും നിറഞ്ഞ് കവിയുന്നവരായി മാറ്റാൻ അവിടുത്തെ സമാധാനത്തെ ഉപകരണങ്ങളാക്കാൻ ഞാൻ സമർപ്പിക്കുന്നു. ഈശോയെ സമർപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരുടെ മേലുണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഏശയ്യാ 66:2. ഏശയ്യാ 66:2. കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എന്റെ കരവേലയാണ്, ഇവയെല്ലാം എന്റേതു തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ഏശയ്യാ 34:16. ഏശയ്യാ 34:16. കർത്താവിന്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ചു വായിക്കുക, ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. എന്തെന്നാൽ കർത്താവിന്റെ അധരങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരിക്കുന്നു. ആന്തരിക വിശ്വാസ ജീവിതം ഭാഗം 3. വിശ്വാസ ജീവിതം നിശബ്ദ സമർപ്പണമാണ്. ഇസഹാക്കിന്റെ ജീവിതം ഇതിന് സാക്ഷ്യമാണ്. ഇസഹാക്കിന്റെ നിശബ്ദ വിശ്വാസവും സമർപ്പണവും വലിയ രീതിയിൽ അബ്രാഹമിന്റെ ജീവിത സാക്ഷ്യത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ്. ഒരു തലമുറയുടെ വിശ്വാസം അടുത്ത തലമുറയുടെ ആത്മാവിനെ രൂപപ്പെടുത്തുന്നു. റോമ 11:16 അവസാനത്തെ വരി. റോമ 11:16. വേര് പരിശുദ്ധമെങ്കിൽ ശാഖകളും അങ്ങനെ തന്നെ. ഏശയ്യാ 51:2. ഏശയ്യാ 51:2. നിങ്ങളുടെ പിതാവായ അബ്രാഹത്തെയും നിങ്ങളെ വഹിച്ച സാറയെയും നോക്കുവിൻ. അബ്രഹാം ഏകനായിരിക്കെ ഞാൻ അവനെ വിളിച്ചു, ഞാൻ അവനെ അനുഗ്രഹിച്ചു, അവൻ വർദ്ധിച്ചു പെരുകി. നിശബ്ദ സമർപ്പണം ഏകനായിരിക്കാനുള്ള ഒരു വിളിയാണ്. ആ വിളി അബ്രാഹത്തിന് ലഭിച്ചു. വിശ്വാസ ജീവിതത്തിന്റെ ഒരു പൂർണ്ണതയിലെത്തുമ്പോൾ കിട്ടുന്ന ഒരു വിളിയാണിത്. ഈശോയുടെ ജീവിതത്തിന്റെ അവസാനം നാം കാണുന്നത് ഇങ്ങനെയാണല്ലോ. ഗെത്സമനി തോട്ടത്തില് സുഹൃത്തുക്കളുടെ കൂടെ പോയി, പക്ഷെ ഗാഗുൽത്താലേക്ക് ഏകനായിട്ടാണ് പോയത്. മൗനത്തിന്റെ വിലയാണ് നാം ഇന്ന് പ്രത്യേകമായിട്ട് ഇസ്ഹാക്കിന്റെ ജീവിതത്തിലൂടെ ധ്യാനിക്കുക. വിലാപം 3:28. വിലാപങ്ങൾ 3:28. അവിടുന്ന് അത് അവന്റെ മേൽ വയ്ക്കുമ്പോൾ അവൻ ഏകനായി മൗനമായിരിക്കട്ടെ. ഇസഹാക്കിന്റെ ജീവിതം ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ നാം ഈശോയെ വർഷങ്ങൾക്ക് മുമ്പായിട്ട് കാണുന്നത് പോലെയാണ്. ഈശോ അന്തിമ യാത്രയിൽ മൗനമാണ് പാലിച്ചത്. അതാണ് ഏശയ്യാ 53:7 നാം വായിക്കുക. ഏശയ്യാ 53:7.
അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. ഏശയ്യാ 42:2. ഏശയ്യാ 42:2. അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല. തെരുവീഥിയിൽ ആ സ്വരം കേൾക്കുകയുമില്ല. നിശബ്ദ സമർപ്പണത്തിന്റെ യാത്രയിൽ നമുക്ക് ക്ഷണം കിട്ടുമ്പോൾ നമ്മുടെ സൗമ്യത പരീക്ഷിക്കപ്പെടും. അതിന് നാം തയ്യാറാകണം. ജ്ഞാനം 2:19. ജ്ഞാനം 2:19. നിന്ദനവും പീഡനവും കൊണ്ട് അവന്റെ സൗമ്യതയും ക്ഷമയും നമുക്ക് പരീക്ഷിക്കാം. യോഹന്നാൻ ശ്ലീഹ അത് പങ്കുവെക്കുക അതേ വഴിയിലേക്കുള്ള ഒരു വിളിയായിട്ടാണ്. ആണ് 1 യോഹന്നാൻ 2:6 നാം വായിക്കുക. 1 യോഹന്നാൻ 2:6. അവനിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. ജോബിന്റെ ജീവിതത്തിന്റെ അവസാന കാലങ്ങളിലേക്ക് വരുമ്പോൾ ജോബ് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട്. ഇത് തന്നെയാണ് വിശ്വാസ ജീവിതത്തിന്റെ ഒരു പൂർണ്ണതയിൽ എത്തുമ്പോൾ ഏത് മനുഷ്യനിലും സംഭവിക്കേണ്ടത്. ജോബ് 40:3 മുതൽ 5 വരെയുള്ള വചനങ്ങൾ. ജോബ് 40:3 മുതൽ 5 വരെ തിരുവചനങ്ങൾ. ജോബ് കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിസ്സാരനാണ്, ഞാൻ എന്തുത്തരം പറയാനാണ്? ഞാൻ വായ് പൊത്തുന്നു. ഒരിക്കൽ ഞാൻ സംസാരിച്ചു, ഇനി ഞാൻ ഉത്തരം പറയുകയില്ല. 2 തവണ ഞാൻ മറുപടി പറഞ്ഞു, ഇനി ഞാൻ മിണ്ടുകയില്ല. ജെറമിയയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഏകനായിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനെക്കുറിച്ച് ജെറമിയ പറയുക ജെറമിയ 15:17. ജെറമിയ 15:17. ഉല്ലാസ ജീവിതം നയിക്കുന്നവരോട് ഞാൻ സഹവസിക്കുകയോ അവരോടൊത്ത് സന്തോഷിക്കുകയോ ചെയ്തില്ല. അങ്ങയുടെ കരം എന്റെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഏകനായി കഴിഞ്ഞു. അമർഷം കൊണ്ട് അങ്ങ് എന്നെ നിറച്ചിരിക്കുന്നു. ഓരോ തലമുറയും കടന്ന് വരുമ്പോൾ ലോകത്തിൽ കാണുന്ന ഒരു പ്രതിഭാസമാണ് ഉല്ലാസ ജീവിതത്തിനുള്ള പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. ഓരോ കാലഘട്ടത്തിലും ഇതിന് വർധനവാണുള്ളത്. എത്ര മാന്യം ഉണ്ടായാലും ഉല്ലാസ ജീവിതത്തിന് മാന്യം ഉണ്ടാകാറില്ല. അത് കാരണം ലോക അരൂപിയാണ്. ആ ലോക അരൂപി നമ്മളെ ഈ പൂർണ്ണതയിലേക്ക് എത്തിക്കില്ല. അപ്പൊ അതായത് അങ്ങനെ ഒരു പൂർണ്ണതയിലേക്കുള്ള വഴിയിൽ ഏറ്റവും വലിയ സംഘർഷാവസ്ഥ ഉണ്ടാകുന്നത് ഭൂരിഭാഗം ആഗ്രഹിക്കുന്ന ഉല്ലാസ ജീവിതത്തിന് സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രതകളുടെ പുറകെ ജീവിതം ഇങ്ങനെ പൂർണ്ണമായിട്ട് ഇങ്ങനെ വ്യതിചലിച്ച് പോകുന്ന അവസ്ഥയുണ്ട്. ലൂക്ക 21:34. ലൂക്ക 21:34. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. മനസ്സ് ഇങ്ങനെ ദുർബലമാവുകയാണ് ചെയ്യുന്നത്. ലോകാരൂപി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വന്നു കഴിഞ്ഞാൽ ദൈവബന്ധം പൂർണ്ണമായിട്ട് വിച്ഛേദിക്കപ്പെടും. ആണ് യാക്കോബ് 4:4 നാം വായിക്കുക. യാക്കോബ് 4:4. വിശ്വസ്തത പുലർത്താത്തവരെ, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിന്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിന്റെ ശത്രുവാക്കുന്നു. റോമ 8:7. റോമ 8:7.
ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. അത് ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയുമില്ല. ജ്ഞാനം 13:7-9 വരെയുള്ള വചനങ്ങൾ. ജ്ഞാനം 13:7-9 വരെ തിരുവചനങ്ങൾ. അവിടുത്തെ സൃഷ്ടികളുടെ മധ്യേ ജീവിച്ച് അവർ അന്വേഷണം തുടരുകയാണ്. ദൃശ്യവസ്തുക്കൾ മനോഹരമാകിയാൽ അവർ അതിൽ പ്രത്യാശ അർപ്പിക്കുന്നു. എങ്കിലും അവർക്ക് ന്യായീകരണമില്ല. ലോകത്തെ ആരാൻ ഇത്രയും അറിയുവാൻ കഴിഞ്ഞെങ്കിൽ ഇവരുടെ എല്ലാം ഉടയവനെ കണ്ടെത്താൻ വൈകുന്നത് എന്തുകൊണ്ട്? ഉല്ലാസ ജീവിതത്തിന്റെ പരിണത ഫലം ആണ് നാം അറിയേണ്ടത്. അതെങ്ങനെയാണ് വിശ്വാസ ജീവിതത്തെ സ്വാധീനിക്കുന്നത്? അത് പൗലോസ് ലീഹ പറഞ്ഞു വെക്കുന്നുണ്ട്. കടന്നു വരുന്ന പല തിന്മകള്, ആ തിന്മകള് നമ്മളിൽ വസിക്കുന്ന സമയത്ത് ഉല്ലാസ ജീവിതത്തിന് കൂട്ടുനിന്നവരൊന്നും കാണില്ല. നമ്മളവിടെ ഈ ദുഷ്ടതയില് ഏകാന്തതയിലേക്ക് കടന്നു പോകും. നമുക്ക് തിരഞ്ഞെടുക്കാം, ദൈവോന്മുഖമായിട്ട് ഏകരാകാനോ ദുഷ്ടതയിൽ നിന്ന് ഒറ്റപ്പെടാനോ. ആണ് 2 കൊരിന്തോസ് 12:20 പറയുന്ന തിന്മകളാണ് നിറയാൻ പോകുന്നത്. 2 കൊരിന്തോസ് 12:20. ഒരു പക്ഷേ ഞാൻ വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന നിലയിൽ നിങ്ങളെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ എന്നെയും കാണാതിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കലഹവും അസൂയയും കോപവും മാത്സര്യവും അപവാദവും പരദൂഷണവും അഹന്തയും അസ്വസ്ഥതയും ആയിരിക്കുമോ കണ്ടെത്തുന്നത്? അതുപോലെ തന്നെ നമ്മിലുള്ള കൃപ ചോർന്നു പോയത് പോലും നാം അറിയാത്തൊരവസ്ഥയുണ്ടാവും. കാരണം അത്തരം വ്യക്തികളിൽ വളരെ ശക്തമായിട്ട് ചില അരൂപികളുണ്ട്. നമ്മളൊന്നും അത്ര പവർഫുൾ ആയിട്ടുണ്ടാവണമെന്നില്ല. വളരെ പവർഫുൾ ആണെങ്കിൽ എവിടെ വേണമെങ്കിലും പോവാം. പക്ഷെ അത്രയും പവർഫുൾ അല്ലെങ്കിൽ ആ അരൂപിക്കാണ് സ്വാധീനവും ശക്തിയും. അത് കീഴ്പ്പെടുത്തും. ജ്ഞാനം 4:12. ജ്ഞാനം 4:12. തിന്മയുടെ വശീകരണ ശക്തിയിൽ നന്മയ്ക്കും മങ്ങലേൽക്കുന്നു. ഭ്രമിപ്പിക്കുന്ന മോഹങ്ങൾ നിഷ്കളങ്ക ഹൃദയത്തെ വഴിതെറ്റിക്കുന്നു. 1 കൊരിന്തോസ് 15:33. 1 കൊരിന്തോസ് 15:33. അധമമായ സംസർഗം സദാചാരങ്ങളെ ദുഷിപ്പിക്കും. ഇത്തരം ബോധ്യങ്ങള് ആത്മാവിൽ നിറയുമ്പോഴാണ് ഏകനായിരിക്കാൻ ഞാൻ അവനെ വിളിച്ചു എന്ന് പറഞ്ഞ അബ്രാഹത്തിന്റെ ആ ഒരു പാത ദൈവം പ്രത്യേക രീതിയിൽ വശീകരിച്ച് നമ്മളെ ഒറ്റപ്പെടുത്തി അവിടത്തെ സ്വരം ശ്രവിക്കുന്നവരാക്കി മാറ്റും. ആണ് ഹോസിയ 2:14 നാം വായിക്കുക. ഹോസിയ 2:14. ഞാൻ അവളെ വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് കൊണ്ടുവരും. അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും. ഇവിടെ നാം പ്രത്യേകമായിട്ട് മനസ്സിലാക്കാനുള്ളത്, നമ്മൾ മരുഭൂമിയിലേക്കോ മറ്റു ഗ്രഹങ്ങളിലോ പോകേണ്ട കാര്യമല്ല. ആത്മാവിൽ വിജനതയിലേക്ക് പോകേണ്ട അവസ്ഥകളാണ്. ഈ ലോകത്തിൽ ജീവിക്കുക തന്നെ, അല്ലാതെ വേറൊരു സംവിധാനത്തിലേക്ക് പോകുന്ന കാര്യമല്ല. ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ നാം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. 1 കൊരിന്തോസ് 7:31. 1 കൊരിന്തോസ് 7:31. ലോകകാര്യങ്ങളിൽ ഇടപെടുന്നവർ ഇടപെടാത്തവരെ പോലെയും ആയിരിക്കട്ടെ. എന്തെന്നാൽ ഈ ലോകത്തിന്റെ രൂപഭാവങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. മാറി മറിഞ്ഞ് നമുക്കറിയാം, ഒരു പുഴയിൽ നാം ഒരിക്കലും കാലുകുത്തുന്നില്ല. പുഴ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതാണ് പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവം വിളിക്കുന്ന വിജനതയിലേക്ക് വരുമ്പോൾ മൗനം എസെക്കിയേൽ പറഞ്ഞു വെക്കുക എങ്ങനെയാണ്? 3-ാം അധ്യായം 24-25. എസെക്കിയേൽ 3:24-25 തിരുവചനങ്ങൾ. ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ എഴുന്നേൽപ്പിച്ചു നിർത്തി എന്നോട് സംസാരിച്ചു.
അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നീ വീട്ടിൽ പോയി കതകടച്ചിരിക്കുക. മനുഷ്യപുത്ര, നീ ജനത്തിന്റെ അടുത്തേക്ക് ചെല്ലാതിരിക്കാൻ നീ കയർ കൊണ്ട് വരിഞ്ഞു കെട്ടപ്പെടും. മത്തായി 6:6. മത്തായി 6:6. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഏശയ്യ 26:20. യേശയ്യ 26:20. എന്റെ ജനമേ, വരുവിൻ, മുറിയിൽ പ്രവേശിച്ച് വാതിലടയ്ക്കുവിൻ. ക്രോധം ശമിക്കുന്നതുവരെ അല്പസമയത്തേക്ക് നിങ്ങൾ മറഞ്ഞിരിക്കുവിൻ. 2 രാജാക്കന്മാര് 4:32-33. 2 രാജാക്കന്മാർ 4:32-33 തിരുവചനങ്ങൾ. എലീശ ആ ഭവനത്തിൽ ചെന്നപ്പോൾ കുട്ടി കിടക്കയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു. അവൻ ഉള്ളിൽ കടന്ന് വാതിലടച്ചു. മുറിക്കുള്ളിൽ അവനും കുട്ടിയും മാത്രമായി. എലീശ കർത്താവിനോട് പ്രാർത്ഥിച്ചു. നിശബ്ദ സമർപ്പണത്തിലേക്ക് വളരണമെങ്കിൽ പൗലോസ്ലീഹ എടുത്ത തീരുമാനം നാം ശക്തമായി നമ്മുടെ ആത്മാവിൽ എടുക്കണം. 50-50 അത് ശരിയാവില്ല. കുറച്ച് കൃപയും വേണം, കുറെ പ്രവൃത്തിയും വേണം, കുറച്ച് പ്രാർത്ഥനയും വേണം, കുറെ ലോകവും വേണം. അങ്ങനെ പോയാൽ ഈ പൂർണ്ണതയിൽ എത്തില്ല, എവിടേക്കോ എത്തും. അതാണ് പൗലോസ്ലീഹ വളരെ കണിശമായിട്ടുള്ള ഒരു തീരുമാനമാണ് നമുക്ക് തരുന്നത്. ജീവിതങ്ങളെ മാറ്റിമറിക്കുന്നതാണത്. പല കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ ഈ ഒരൊറ്റ വചനം മതി. സമയാസമയങ്ങളിൽ പല വിചാരങ്ങൾക്കായി ലോകം നമ്മുടെ മുമ്പിൽ വെക്കുന്ന എല്ലാം തന്നെ ഉപേക്ഷിക്കാൻ ഈ വചനത്തിന് ശക്തിയുണ്ട്. ഇതിന് സാക്ഷികളുണ്ട്. ഇന്ന് തന്നെ ഈ തലമുറയിൽ തന്നെയുണ്ട് കുറെ പേര്. അതാണ് 1 കൊറിന്തോസ് 2:2. 1 കൊറിന്തോസ് 2:2. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. ക്രൂശിതനായവന്റെ ശിഷ്യരാണ് നാം. വിശ്വസിക്കുന്ന യഹൂദര് യഥാർത്ഥ ശിഷ്യരെങ്ങനെയെന്ന് നമുക്ക് ബോധ്യമാകുന്ന യോഹന്നാൻ 8:31. യോഹന്നാൻ 8:31. തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എന്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യരാണ്. വശീകരിച്ച് ആത്മാവിൽ കതകടച്ചിരിക്കുന്നവർക്ക് കൊടുക്കുന്ന വചനങ്ങള്, അത് പൂർണ്ണതയിൽ ജീവിക്കുന്നവരാണ് യഥാർത്ഥ ശിഷ്യര്. ഒരു ക്രൂശിതനെയാണ് അവരുടെ മുമ്പില് ആ ഒറ്റയ്ക്കുള്ള യാത്രയിൽ കാണുന്നത്. വിശുദ്ധ ഫൗസ്തീനയുടെ ഡയറിയിലൂടെ നാം ഒന്ന് യാത്ര ചെയ്യാണ്. ആദ്യമേ ഈ പറഞ്ഞ കാര്യത്തിന്റെ ഈശോയുടെ ഇഷ്ടം എന്താണെന്ന് 1513 വിവരിച്ചിട്ടത് കേൾക്കാം. സെയിന്റ് ഫൗസ്റ്റീന ഡയറി 1513 ഖണ്ഡിക. ഇന്ന് യേശോ എന്നോട് പറഞ്ഞു, നീ പലപ്പോഴും എന്നെ ഗുരുവെന്ന് വിളിക്കുന്നു. ഇതെന്റെ ഹൃദയത്തെ പ്രീതിപ്പെടുത്തുന്നു. എന്നാൽ എന്റെ ശിഷ്യയെ, നീ ക്രൂശിതനായ ഗുരുവിന്റെ ശിഷ്യയാണെന്ന് മറക്കരുത്. ആ ഒരു വാക്ക് മാത്രം നിനക്ക് മതി. കുരിശിൽ എന്താണ് അടങ്ങിയിരിക്കുന്നതെന്ന് നിനക്കറിയാം. നിശബ്ദ ജീവിതത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈശോ വ്യക്തമാക്കിയ കാര്യങ്ങള് നമ്മുടെ ആത്മാവിൽ ഈ കാലഘട്ടത്തിൽ ദൈവം കരുണയുടെ അവസാന മണിക്കൂറുകളിലൂടെ യാത്ര ചെയ്യുന്ന നാം ഇനിയെങ്കിലും സ്വീകരിച്ചില്ലെങ്കിൽ നമ്മൾ കർത്താവിന്റെ മുമ്പിൽ വലിയ കണക്ക് പറയേണ്ടി വരും. ആന്തരിക നിശബ്ദതയെക്കുറിച്ച് പറയുന്നത് 118
സെയിന്റ് ഫൗസ്റ്റീന ഡയറി 118 കന്യക. നാവ് ഒരു ചെറിയ അവയവമാണെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. നിശബ്ദത പാലിക്കാത്ത ഒരു സന്യാസിനിക്ക് ഒരിക്കലും വിശുദ്ധി പ്രാപിക്കാൻ സാധ്യമല്ല. അതായത് അവൾ ഒരിക്കലും ഒരു വിശുദ്ധയാകാൻ സാധിക്കുകയില്ല. അവൾ അവളെ തന്നെ വഞ്ചിക്കാതിരിക്കട്ടെ. ദൈവാത്മാവാണ് അവളിലൂടെ സംസാരിക്കുന്നതെങ്കിൽ അവൾ നിശബ്ദമായിരിക്കരുത്. എന്നാൽ ദൈവം സ്വരം ശ്രവിക്കണമെങ്കിൽ ആത്മാവിൽ നിശബ്ദത പാലിക്കണം. നിശബ്ദത പാലിക്കാൻ വരണ്ടുണങ്ങിയ നിശബ്ദയല്ല, ആന്തരിക നിശബ്ദത. ദൈവത്തിൽ ധ്യാനാത്മകമായിരിക്കുക. വിശ്വാസ ജീവിതത്തിലെ സംഘർഷങ്ങളിൽ നിശബ്ദത ഒരു വലിയ ആയുധമാണ്. 477 സെയിന്റ് ഫൗസ്റ്റീന ഡയറി 477 ഖണ്ഡിക. ആത്മീയ യുദ്ധത്തിൽ നിശബ്ദത ഒരു വാളാണ്. വായാടിയായ ആത്മാവ് ഒരിക്കലും വിശുദ്ധി പ്രാപിക്കുകയില്ല. ആത്മാവിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നതെല്ലാം നിശബ്ദതയുടെ വാൾ വേർപെടുത്തിക്കളയും. വാക്കുകൾ പെട്ടെന്ന് നമ്മെ സ്പർശിക്കുന്നതിനാൽ നമ്മൾ സംസാരിക്കുക എന്നത് ദൈവേഷ്ടമാണോ എന്ന് ചിന്തിക്കാതെ നാം വേഗം പ്രതികരിക്കും. നിശബ്ദനായിരിക്കുന്ന ആത്മാവ് ശക്തമാണ്. അത് നിശബ്ദത പാലിക്കുന്നെങ്കിൽ ഒരു ശത്രുവും അതിനെ ഉപദ്രവിക്കുകയില്ല. ഇതുപോലെ നിശബ്ദതയുടെ ആയുധത്താൽ ജീവിക്കുന്നവർക്കാണ് ദൈവം ആ നിശബ്ദതയിൽ സംസാരിക്കുന്നത്. 552 സെയിന്റ് ഫൗസ്റ്റീന ഡയറി 552 ഖണ്ഡിക. വ്രതങ്ങളോടൊപ്പം എല്ലാ നിയമങ്ങളും പ്രാധാന്യമുള്ളതാണെങ്കിലും ഒരു നിയമം വളരെയധികം പ്രധാനപ്പെട്ടതായി ഞാൻ കാണുന്നു. ഞാൻ അതിന് 1-ാം സ്ഥാനം നൽകുന്നു: മൗനപാലനം. ഈ നിയമം വളരെ കർക്കശമായി പാലിച്ചാൽ മറ്റു നിയമങ്ങളെ കുറിച്ച് ഞാൻ വ്യഗ്രതപ്പെടില്ല. സ്ത്രീകൾ സ്വാഭാവികമായും സംസാരപ്രിയരാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് സംസാരപ്രിയയായ അസ്വസ്ഥയായ ഒരാത്മാവിനോട് സംസാരിക്കുകയില്ല. ആഴമായ നിശബ്ദതയിൽ ധ്യാനത്തിലായിരിക്കുന്ന ആത്മാക്കളാണ് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണങ്ങൾ സ്വീകരിക്കുന്നത്. മൗനം കൃത്യമായി പാലിക്കുകയാണെങ്കിൽ അവിടെ യാതൊരുവിധ മുറുമുറുപ്പും വിദ്വേഷവും പരിചാരലും വ്യർത്ഥ ഭാഷ സംഭാഷണങ്ങളും ഉണ്ടാവുകയില്ല. പരസ്പര സ്നേഹത്തിന് അല്പം പോലും മങ്ങലേൽക്കുകയില്ല. നിശബ്ദ സമർപ്പണ ജീവിതത്തില് വ്യർത്ഥ ഭാഷണത്തിന് യാതൊരു സ്ഥാനവും ഇല്ല. അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം. അത് കേൾക്കാൻ വേണ്ടി കാതുകൾ കൊടുക്കരുത്. 1008 സെയിന്റ് ഫൗസ്റ്റീന ഡയറി 1008 ഖണ്ഡിക. വ്യർത്ഥ ഭാഷണം നടത്തുന്ന ഒരാത്മാവിനെ കുറിച്ച് കർത്താവിന് എത്രമാത്രം അപ്രീതി ഉണ്ടെന്നുള്ളത് അവിടുന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു. അപ്രകാരമുള്ള ഒരാത്മാവിൽ എനിക്ക് ഒരു വിശ്രമവും ലഭിക്കുന്നില്ല. നിരന്തരമായ സംസാരം എന്നെ മുഷിപ്പിക്കുന്നു. ഈ ബഹളത്തിന്റെ എല്ലാം നടുവിൽ ആ ആത്മാവ് എന്റെ ശബ്ദത്തെ തിരിച്ചറിയുന്നില്ല. ആന്തരിക വിശ്വാസ ജീവിതത്തില് അവിടുത്തെ സ്വരം കേൾക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ പൗലോസ്ലീഹ പറയുക. അതിന് പ്രായോഗിക നിർദ്ദേശത്തോടു കൂടിയാണ് വ്യർത്ഥ ഭാഷണം ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോൾ നാം ജീവിക്കുന്ന ഇടപെടുന്ന വ്യക്തികളിലൂടെ വരുന്ന സംഭാഷണങ്ങള് നമ്മുടെ കുടുംബത്തിലായാലും നമ്മുടെ ജോലിയിടങ്ങളിലായാലും നമ്മൾ പോകുന്ന ഇടങ്ങളിലായാലും നമുക്ക് ആൾക്കാരുടെ സംഭാഷണത്തെ നിയന്ത്രിക്കാൻ പറ്റില്ല. പക്ഷെ എന്താണ് ചെയ്യേണ്ടതെന്ന് വചനത്തിന്റെ 2ാം ഭാഗത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ആന്തരികമായിട്ട് സ്തുതിപ്പിലായിരിക്കുക. ഈ ദൈവായിക്യത്തിലാകുന്ന ഈ അവസ്ഥ, ഇത് ലോകത്തിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ഒരു കാര്യമല്ല. ലോകത്തിലായിരിക്കുമ്പോൾ ഈ ആയുധം, വിശ്വാസത്തിന്റെ ആന്തരിക ജീവിതത്തിന് വേണ്ടിയുള്ള ഈ ആയുധം
ഇത് എടുക്കാൻ മടി കാണിച്ചുകൊണ്ടാണ് ഇതൊക്കെ മരുഭൂമിയിലുള്ളവർക്കാന്ന് പറഞ്ഞ് നമ്മൾ അതിന് ന്യായീകരണം കാണുന്നത്. എന്താണ് ആ വചനം? ഈ വചനം സീരിയസ് ആയിട്ട് എടുക്കണം. ഇത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിശുദ്ധിയുടെ പടവുകൾ വളരെ പെട്ടെന്ന് കടന്നു പോകും. എഫേസോസ് 5:4. എഫേസോസ് 5:4. മ്ലേച്ഛതയും വ്യർത്ഥഭാഷണവും ചാബല്യവും നമുക്ക് യോജിച്ചതല്ല, പകരം കൃതജ്ഞതാ സ്തോത്രമാണ് ഉചിതം. കൃതജ്ഞതാ സ്തോത്രത്തിൽ ഇങ്ങനെ വളരണം. അപ്പൊ നമ്മുടെ അടുത്തുനിന്ന് വ്യർത്ഥഭാഷണക്കാർ തനിയെ പോകാൻ തുടങ്ങും. ഇതെന്താ? ഒന്ന് പറയുമ്പോ 2 ചെവിയല്ലേ കേൾക്കാൻ വെച്ചാണ്. ഒരു നാവ് കൊണ്ട് പറയുന്ന 2 ചെവി കൊണ്ട് കേൾക്കാനും വേണമെങ്കിൽ കുറേയും കൂടിയും താല്പര്യമാണ് കാണിക്കെങ്കിൽ കൂടുതൽ വ്യർത്ഥഭാഷണത്തിന്റെ വ്യക്തികള് നമ്മളെ തേടി വരും. ഈ അരുവി നമ്മളിലാണ്, വേറെ ആരുമല്ല കുറ്റപ്പെടുത്തേണ്ടത്. ഇത് നമ്മൾ എന്നുപേക്ഷിക്കുന്നോ അന്നേ ആത്മാവിൽ വളരുള്ളൂ. ശ്രവിക്കാനായിട്ട് കൂടുതൽ ശ്രദ്ധ കാണിക്കണമെന്ന് യാക്കോബ് ശ്ലീഹ യാക്കോബ് 1:19 നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യാക്കോബ് 1:19. എന്റെ പ്രിയ സഹോദരരെ, ഓർമ്മിക്കുവിൻ, നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതിക്കാരും ആയിരിക്കണം. പ്രഭാഷകൻ 5:11. പ്രഭാഷകൻ 5:11. കേൾക്കുന്നതിൽ ജാഗരൂകതയും മറുപടി പറയുന്നതിൽ അവധാനവും കാട്ടുക. നിശബ്ദതയിൽ ദൈവം തന്റെ വാഗ്ദാനങ്ങൾ നിവർത്തിക്കുന്നു എന്നാണ് ആത്മാവ് ആഴങ്ങളിൽ ഉറപ്പിക്കുന്നത്. ഇവിടെ ബോധ്യമാകുന്നത് ദൈവം വിശ്വസ്തനാണെന്നുള്ളതാണ്. ദൈവം വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുന്നവനാണ്, മനുഷ്യനെ പോലെ അല്ല. ഇതാണ് നമുക്ക് ഇസഹാക്കിന്റെ ജനനം പഠിപ്പിക്കുന്നത്. വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു ജനനം. അത് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവൻ. അതായത് അബ്രാഹും സാറയും നിശബ്ദതയിൽ ഇത്രയും വർഷം കാത്തിരുന്നു. ഉൽപ്പത്തി 21:1-2. ഉൽപ്പത്തി 21:1-2 തിരുവചനങ്ങൾ. കർത്താവ് വാഗ്ദാനം അനുസരിച്ച് സാറായെ അനുഗ്രഹിച്ചു. വൃദ്ധനായ അബ്രാഹത്തിൽ നിന്ന് സാറ ഗർഭം ധരിച്ച് ദൈവം പറഞ്ഞ സമയത്ത് തന്നെ പുത്രനെ പ്രസവിച്ചു. അവരുടെ പ്രായം ആ സമയത്ത് എത്രയായിരുന്നു? അബ്രാഹത്തിന് 100-ഉം സാറായിക്ക് 90-ഉം. എത്ര വർഷം അവർ നിശബ്ദമായി കാത്തിരുന്നു. ഉൽപ്പത്തി 17:17. ഉൽപ്പത്തി 17:17. അപ്പോൾ അബ്രഹാം കമിഴ്ന്നു വീണ് ചിരിച്ചുകൊണ്ട് ആത്മഗതം ചെയ്തു, 100 വയസ്സ് തികഞ്ഞവന് കുഞ്ഞു ജനിക്കുമോ? 90 എത്തിയ സാറ ഇനി പ്രസവിക്കുമോ? നിശബ്ദതയില് അനുസരണം വളരുന്നത്. ആത്മീയ ജീവിതത്തിൽ വളരാത്തതിന്റെ കാരണം നിശബ്ദതയിൽ വളരാത്തത് കൊണ്ടാണ്. നിശബ്ദതയിൽ വളരുമ്പോഴാണ് അനുസരണത്തിൽ വളരുക. ഇവിടെയാണ് വിശ്വാസത്തിന്റെ ഏറ്റവും കാതലായിട്ടുള്ള ഭാഗത്തിലേക്ക് നാം അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും ജീവിതത്തിൽ ധ്യാനിക്കുക. ഉൽപ്പത്തി 22:2. ഉൽപ്പത്തി 22:2. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്കൊരു ദഹനബലിയായി അർപ്പിക്കണം. ഏറ്റവും പുരാതനമായ വിവർത്തനത്തില് ഏകമകൻ എന്ന് പകരം പ്രിയപുത്രൻ എന്നാണ്. പ്രിയപുത്രൻ ഇത് വാഗ്ദാനത്തിന്റെ പുത്രനായതുകൊണ്ടാണ്. ഈ പ്രിയപുത്രന്റെ ഒരു പ്രതിച്ഛായ എന്തിലേക്കാണ് നമ്മെ എത്തിക്കുന്നത്? മത്തായി 3:17. മത്തായി 3:17. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. ദൈവം ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യം
യോഹന്നാൻ 3:16 സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് ഇവിടെ നമുക്ക് കാണിച്ചു തരിക. യോഹന്നാൻ 3:16. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈ സ്നേഹം അവസാനം വരയ്ക്കെന്ന് ഈശോ പറയുന്നുണ്ട് ഈശോയുടെ ജീവിതം കൊണ്ട്. യോഹന്നാൻ 13:1-2. യോഹന്നാൻ 13:1. ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അവസാനം വരെ സ്നേഹിച്ചു. അനുസരണം കൊണ്ടാണ്. നമ്മെല്ലാം സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് അവസാനം വരെ സ്നേഹിച്ചൊരു ബലിയായി. അതാണ് അനുസരണം ഒരു ബലിയായിട്ട് കണക്കാക്കപ്പെടുന്നത്. 1 സാമുവേൽ 15:22. 1 സാമുവേൽ 15:22. സാമുവേൽ പറഞ്ഞു, തന്റെ കൽപ്പന അനുസരിക്കുന്നതോ ദഹനബലികളും മറ്റു ബലികളും അർപ്പിക്കുന്നതോ കർത്താവിന് പ്രീതികരം. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം, മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ ഉത്കൃഷ്ടം. പ്രഭാഷകൻ 35:1. പ്രഭാഷകൻ 35:1. നിയമം പാലിക്കുന്നത് നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണ്. ദഹന ബലിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒന്നും ബാക്കിയുണ്ടാവില്ല. മറ്റു ബലികൾക്ക് അത് നടത്തുന്ന പുരോഹിതനോ അതിൽ പങ്കെടുക്കുന്നവർക്കോ അംശങ്ങൾ ലഭിക്കും. പക്ഷെ ദഹന ബലിയിൽ അതില്ല. ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അനുസരണം ഇച്ഛാശക്തിയുടെ മരണമാണെന്നുള്ളതാണ്. ഇതാണ് വിശ്വാസ ജീവിതത്തിന്റെ പൂർണ്ണതയിലേക്കുള്ള യാത്രയിൽ വരുന്നത്. അവിടെ യാത്ര ഇസഹാക്കിന്റെ ജീവിതത്തില് വിറക് വെച്ച് പോകുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഉൽപ്പത്തി 22:6. ഉൽപ്പത്തി 22:6. അബ്രഹാം ദഹനബലിക്കുള്ള വിറകെടുത്ത് മകൻ ഇസഹാക്കിന്റെ ചുമലിൽ വെച്ചു. കത്തിയും തീയും അവൻ തന്നെ എടുത്തു. അവർ ഒരുമിച്ച് മുന്നോട്ട് നടന്നു. ഇത് തന്നെയല്ലേ ഈശോയുടെ ജീവിതത്തില് വിറക്, കുരിശ്. നാം കുരിശുകൾ എങ്ങനെയാ സ്വീകരിക്കുന്നത്? ഇനി ഇസഹാക്ക് ഇവിടെ വളരെ അനുസരണം ഉള്ളവനായിട്ടാണ് കാണാൻ കഴിയുന്നത്. ചെറിയ കുട്ടിയൊന്നല്ല, വളർന്നു. എതിർക്കാമായിരുന്നു, എതിർത്തില്ല. മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് തോന്നുമെങ്കിലും അബ്രാഹത്തിന്റെ ആത്മാവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചു. അതുകൊണ്ടാണ് അതിനെ മറുതലിക്കാതിരുന്നത്. ഇത് തന്നെയല്ലേ ഈശോ ചെയ്യുന്നത് ഗത്സമനി തോട്ടത്തില്. ലൂക്ക 22:42. ലൂക്ക 22:42. പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. എങ്കിലും എന്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. ഹെബ്രായർ 5:8. ഹെബ്രായർ 5:8. പുത്രനായിരുന്നിട്ടും തന്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. ഫിലിപ്പിയ 2:8. ഫിലിപ്പി 2:8. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു, മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. കൃപയില് വളർച്ചയില് അവസാനം സംഭവിക്കുന്ന കാര്യം പത്രോസ്ലിയോട് പറഞ്ഞത് നമ്മളോടും കൂടിയാണ്. യോഹന്നാൻ 21:18. യോഹന്നാൻ 21:18. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രായമാകുമ്പോൾ നീ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. യോഹന്നാൻ 21:19.
യോഹന്നാൻ 21:19. ഇത് അവൻ പറഞ്ഞത് ഏത് വിധത്തിലുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് സൂചിപ്പിക്കാനാണ്. അതിനുശേഷം യേശു അവനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. ഈശോയെ അനുഗമിക്കുക എന്ന് പറയുന്നത് ഈശോയുടെ മരണത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇസഹാക്കിന്റെ ചോദ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുള്ള ഉത്തരം നമുക്ക് യോഹന്നാൻ 1:29-36 നമുക്ക് വായിക്കാൻ സാധിക്കും. യോഹന്നാൻ 1:29. അടുത്ത ദിവസം യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാൻ 1:36. യേശു നടന്നു വരുന്നത് കണ്ടു പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. മാതാവ് സ്വയം സമർപ്പിച്ചത്, ഇച്ഛാശക്തി പൂർണ്ണമായി അടിയറവെച്ചത് ലൂക്ക 1:38. ലൂക്ക 1:38. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കിന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്നും മറഞ്ഞു. മാതാവ് ഇങ്ങനെ പറയുന്നതിന് മുമ്പ് ഒരു വലിയ ആത്മീയ ബോധ്യം മാതാവിന് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ആത്മീയ ബോധ്യം നമുക്ക് ലഭിച്ചാലാണ് ഇങ്ങനെ നമുക്ക് സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് ലൂക്ക 1:37. ലൂക്ക 1:37. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നുള്ള വിശ്വാസം അബ്രാഹത്തിനുണ്ടായിരുന്നു. അത് മകനും പകർന്നു കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ബലി അർപ്പിക്കാൻ പോകുമ്പോഴും അബ്രാഹത്തിന്റെ ഉള്ളില് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ ഒരു കണി അന്ന് കിട്ടിയിട്ടുണ്ട്. അതാണ് ഹെബ്രായർ 11:18-19. ഹെബ്രായർ 11:18-19 തിരുവചനങ്ങൾ. ഇസ്ഹാക്കിലൂടെ നിന്റെ സന്തതി വിളിക്കപ്പെടുമെന്ന വാഗ്ദാനം സ്വീകരിച്ചിരുന്നിട്ടും അവൻ തന്റെ ഏകപുത്രനെ ബലിയർപ്പിക്കാൻ ഒരുങ്ങി. മരിച്ചവരിൽ നിന്നും മനുഷ്യരെ ഉയർപ്പിക്കാൻ പോലും ദൈവത്തിന് കഴിയുമെന്ന് അവൻ വിചാരിച്ചു. അതുകൊണ്ട് ആലങ്കാരികമായി പറഞ്ഞാൽ ഇസഹാക്കിനെ അവന് തിരിച്ചു കിട്ടി. ഇസഹാക്കിനെ തിരിച്ചു കിട്ടിയ പോലെ തന്നെയല്ലേ ഈശോയെയും ഉത്ഥാനത്തിലൂടെ നമുക്ക് ഇന്ന് ലഭിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ന് നമ്മളിൽ വസിക്കുന്ന അവൻ നമ്മെ കൊണ്ടുപോകുന്നത് ഇത്ര ആഴമായ വിശ്വാസത്തിലേക്കല്ലേ. 2 കൊറിന്തോസ് 13:5. 2 കൊറിന്തോസ് 13:5. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തു നമ്മളിൽ ഉണ്ടെന്ന് ബോധ്യമാകുമ്പോഴാണ് നാം ധ്യാനാത്മക ജീവിതം അതിന്റെ പൂർണ്ണതയിൽ രാവും പകലും നിർവഹിക്കുന്നവരായി മാറുന്നത്. ഇസഹാക്ക് അങ്ങനെ ധ്യാനാത്മക ജീവിതം നയിച്ചൊരു വ്യക്തിയാണ്. ഉൽപ്പത്തി 24:63. ഉൽപ്പത്തി 24:63. ഒരു ദിവസം വൈകുന്നേരം അവൻ ചിന്താമഗ്നനായി വയലിലൂടെ നടക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു. ഇങ്ങനെ ദൈവത്തിൽ പൂർണ്ണമായി ചിന്ത സമർപ്പിച്ച വ്യക്തിക്കാണ് മധ്യസ്ഥരാകാൻ പറ്റുന്നത്. മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് ഇസഹാക്കിൽ കാണാൻ സാധിക്കും. അത് സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിക്കുകയാണ് ചെയ്യുന്നത്. ഉൽപ്പത്തി 25:21. ഉൽപ്പത്തി 25:21. ഇസഹാക്ക് തന്റെ വന്ധ്യയായ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവ് അവന്റെ പ്രാർത്ഥന കേൾക്കുകയും റെബേക്ക ഗർഭിണിയാവുകയും ചെയ്തു. റെബേക്കയ്ക്ക് ഇസഹാക്കിന്റെ കൂടെ ജീവിച്ച് അതേ ഒരു ചൈതന്യം
കിട്ടുന്നുണ്ട്. ഇതാണ് വിശ്വാസം പകരുന്നതാണെന്ന് പറയുന്നത്, പരക്കുന്നതാണ്. അവളും കർത്താവിന്റെ തിരുമനസ് അറിയാൻ പ്രാർത്ഥിച്ചു. അതാണ് ഉൽപ്പത്തി 25:22 നാം കാണുന്നത്. ഉൽപ്പത്തി 25:22. അവളുടെ ഉദരത്തിൽ കിടന്ന കുഞ്ഞുങ്ങൾ മല്ലിട്ടപ്പോൾ അവൾ കർത്താവിനോട് ചോദിച്ചു, ഇങ്ങനെയെങ്കിൽ എനിക്ക് എന്തു സംഭവിക്കും? അവൾ കർത്താവിന്റെ തിരുമനസ്സറിയാൻ പ്രാർത്ഥിച്ചു. തിരുമനസ്സറിഞ്ഞ് ജീവിക്കുന്നവരാണ് കർത്താവിന്റെ യഥാർത്ഥ സാക്ഷികളായി മാറുന്നത്. ഇനി നമുക്ക് ഇങ്ങനെ നിശബ്ദ സമർപ്പണം നടത്തി ജീവിക്കുന്ന ഇസഹാക്കിന്റെ സാക്ഷ്യ ജീവിതം ഉൽപ്പത്തി 26:17 മുതൽ 22 വരെ നമുക്ക് പ്രത്യേകമായി കാണാൻ സാധിക്കുന്നത് കിണറുകൾക്കായുള്ള കലഹത്തിൽ സമാധാന പാതയാണ് ഇസ്ഹാക്ക് സ്വീകരിക്കുന്നത്. അതിലെ 22-ാം വചനം നമുക്ക് വായിക്കാം. ഉൽപ്പത്തി 26:22. അവിടെ നിന്ന് മാറി അകലെ അവർ വേറൊരു കിണർ കുഴിച്ചു. അതിന്റെ പേരിൽ വഴക്കുണ്ടായില്ല. അവൻ അതിന് റഹോബോത്ത് എന്ന് പേരിട്ടു. കാരണം അവൻ പറഞ്ഞു, കർത്താവ് ഞങ്ങൾക്ക് ഇടം തന്നിരിക്കുന്നു, ഭൂമിയിൽ ഞങ്ങൾ സമൃദ്ധിയുള്ളവരാകും. ഇസഹാക്ക് എങ്ങനെയാണ് സമാധാന പ്രിയനായി മാറുന്നത്? അത് അബ്രാഹത്തിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുള്ളതാണ്. ഇതെല്ലാം വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അത് നമുക്ക് വളരെ മനോഹരമായിട്ട് കാണാൻ സാധിക്കുന്നത് ഉൽപ്പത്തി 13:8-9 വചനത്തിലാണ്. ഉൽപ്പത്തി 13:8-9 തിരുവചനങ്ങൾ. അബ്രാം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്, കാരണം നമ്മൾ സഹോദരന്മാരാണ്. ഇതാ ദേശമെല്ലാം നിന്റെ കൺമുമ്പിൽ ഉണ്ടല്ലോ, എന്നെ പിരിഞ്ഞു പോവുക. ഇടത്തുഭാഗമാണ് നിനക്ക് വേണ്ടമെങ്കിൽ ഞാൻ വലത്തോട്ട് പൊയ്ക്കൊള്ളാം, വലത്തുഭാഗമാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പോയിക്കൊള്ളാം. അതുകൊണ്ടാണ് സമാധാന സ്ഥാപകരെ കുറിച്ച് ഈശോ പറയുന്നത് മത്തായി 5:9. മത്തായി 5:9. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദേവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അവര് നഷ്ടങ്ങളെ കുറിച്ച് അത്ര വ്യാകുലരായിരിക്കില്ല. ഈ ലോകത്തിന്റെ ഏത് നഷ്ടവും അവർ സമാധാനത്തിന് വേണ്ടി സമർപ്പിക്കും. പക്ഷെ അവര് വചനത്തിന് വേണ്ടി ഒരു കോംപ്രമൈസിനും പോവില്ല. എന്ത് വേണമെങ്കിലും ഈ ലോകത്തിന്റെ എടുത്തു മാറ്റിക്കോ, പക്ഷെ സമാധാനത്തിന് നിൽക്കുന്നതാണ് ഈ വിശ്വാസം, നിശബ്ദത, സമർപ്പണത്തിലേക്ക് വളരുമ്പോൾ നമ്മളിലേക്ക് വരുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ വ്യർത്ഥമായ പല കേസുകൾ ഉപേക്ഷിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നാതിരിക്കുക. എത്ര കേസുകളാണ് കോടതിയിൽ, അത് സഭാ കോടതിയിലും ലോക കോടതിയിലും. ഹെബ്രായർ 10:34 മുതൽ 36 വരെയുള്ള വചനങ്ങൾ. ഹെബ്രായർ 10:34 മുതൽ 36 വരെ തിരുവചനങ്ങൾ. തടങ്കലിലായിരുന്നപ്പോൾ നിങ്ങൾ വേദനകൾ പങ്കിട്ടു, ധനത്തിന്റെ അപഹരണം സന്തോഷത്തോടെ നിങ്ങൾ സഹിച്ചു. എന്തെന്നാൽ കൂടുതൽ ഉത്കൃഷ്ടവും ശാശ്വതവുമായ ധനം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു. നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ചു കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. കർത്താവിന്റെ ദാസരാകുക എന്ന് പറഞ്ഞാൽ പൗലോസ്ലിയ 2 തിമോത്തി 2:24 നമ്മൾ പഠിപ്പിക്കുക, കലഹപ്രിയരാകരുതെന്നും എല്ലാവരോടും സമാധാനത്തിലായിരിക്കണമെന്ന് റോമ 12:18 ഫിലിപ്പിയ 4:7 നമ്മളിലേക്ക് ഇങ്ങനെ ഒരു സമർപ്പണം നടത്തുമ്പോൾ എല്ലാത്തിനെയും അതിലംഘിക്കുന്ന ഒരു സമാധാനം ഉണ്ടെന്നും ഈ സമാധാനം ഈശോ യോഹന്നാൻ 14:27 നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണെന്നും ഈ വാഗ്ദാനത്തിലാണ് പൈശാചിക ശക്തികളെല്ലാം തകർന്നടിയണെന്ന് റോമ 16:20 ആ യാത്രയിൽ ആർക്കാണ് സമാധാനമെന്ന് ലൂക്ക 2:14 നാം മനസ്സിലാക്കേണ്ടത്. ദൈവകൃപ ലഭിച്ചവർക്കാണ് സമാധാനം. ദൈവകൃപ നമ്മിലുണ്ടെങ്കിൽ നമ്മിലൂടെ പ്രവർത്തിക്കുന്നത് നാം അല്ല എന്നും
അത് കർത്താവാണെന്നും ആ നിശബ്ദ വിശ്വാസപൂർണതയിൽ നാം കുറഞ്ഞ് അവിടുന്ന് വളരണമെന്നുള്ള യോഹന്നാൻ 3:30 ചൈതന്യത്തിൽ നാം വളരാനിടയാകുന്നത്. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ മേലുണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.